ഹലോ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയൊക്കെ ഒരു ഓണം ഞാൻ ആശംസിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ ബിഗ് ബോസ് അഗ്നി പരീക്ഷേൻ്റെ 12ാമത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് കൂടുതലും ഓണക്കളി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. എങ്കിലും ടാസ്കൊക്കെ ഉണ്ടായിരുന്നു. ഔട്ട് ഹൗസിലോട്ട് ആൾക്കാരെ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ടാസ്ക്, ആരൊക്കെയാണ് ഇന്ന് ഔട്ട് ഹൗസിൽ പോയത്, ആർക്കാണ് ഇന്ന് ഇൻഫിനിറ്റി പെൻഡൻറ്റ് കിട്ടിയത്, നമുക്കെല്ലാം ചർച്ച ചെയ്യാം കേട്ടോ. ആദ്യം ഇവരുടെ ഓണത്തിനെ പറ്റിയിട്ടൊരു മെമ്മറി ഷെയർ ചെയ്യാൻ പറഞ്ഞേക്കുമായിരുന്നു. നമ്മുടെ ജഡ്ജസിൻ്റെ മെമ്മറി, അതുപോലെ തന്നെ നമ്മുടെ കണ്ടസ്റ്റൻസിൻ്റെ എല്ലാവരുടെയും ഒന്നും കാണിച്ചിട്ടില്ല. 2-3-4 പേരോട് ചോദിച്ചിട്ട് അവരുടെയൊക്കെ മെമ്മറി ഷെയർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇവർക്ക് സുന്ദരിക്ക് പൊട്ടുതൊടിയിൽ, അതായത് സുന്ദരിക്ക് പൊട്ടുതൊടിയിലാണ് സാധാരണ പറഞ്ഞത്. പക്ഷേ ഇന്ന് നമ്മുടെ ബിഗ് ബോസിൽ അഗ്നിപരീക്ഷയിൽ പറഞ്ഞതെന്ന് വെച്ചാൽ രഞ്ജിനിക്ക് പൊട്ടുതൊടിയിലായിരുന്നു. കാരണം രഞ്ജിനിയുടെ ഒരു ഫോട്ടോയാണ് അവിടെ വെച്ചേക്കുന്നത്. അവിടെ എല്ലാവരും വന്ന് ചെയ്തു. അതിനകത്ത് ലൊലീറ്റ മാത്രമാണ് കറക്റ്റായിട്ട് ആ പൊട്ട് വെച്ചത്. നല്ല പക്ക കറക്റ്റ് അല്ലെങ്കിൽ പോലും കറക്റ്റ് ആ നെറ്റിയുടെ അവിടെ തന്നെ ആയിരുന്നു വെച്ചത്. അതുകൊണ്ട് തന്നെ ആ ഒരു ടാസ്കിൽ ലൊലീറ്റയാണ് വിൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ ലൊലീറ്റയ്ക്ക് ഒരു ഇതും കൂടെ കൊടുത്തു. കാരണം അടുത്ത ഒരു ടാസ്ക് ഉണ്ട്. ആ ടാസ്കിൽ 3 ക്യാപ്റ്റന്മാർ വേണം. അതിനകത്ത് ഒരു ക്യാപ്റ്റനായിട്ട് ലൊലീറ്റേനെയാണ് സെലക്ട് ചെയ്തത്. പിന്നെ 2 ക്യാപ്റ്റന്മാരായിട്ട് സെലക്ട് ചെയ്തത് നമ്മുടെ കഴിഞ്ഞ ദിവസം ഇൻഫിനിറ്റി പെൻഡന്റ് കിട്ടിയ ഷിജുലാലിനെയും അതുപോലെ തന്നെ എൽദോയെയുമാണ്. അങ്ങനെ 3 ടീമായിട്ട് തിരിച്ചു. ലൊലീറ്റയുടെ ടീമിൽ താഷി, പൂജ, ശ്യാം. ഷിജുലാലിൻ്റെ ടീമിൽ രാകേഷ്, ശ്യാമോന്, സോന. പിന്നെ എൽദോയുടെ ടീമിൽ ഷിബിന, അഫിയാനാസ്, ഷിജിന്. ഇവർക്ക് കൊടുത്ത ടാസ്ക് വള്ളം കളിയാണ്. അതായത് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഒരു കൂടെ പൂ വെച്ചിട്ടുണ്ട്. അതെടുത്തിട്ട് വെള്ളം തുഴഞ്ഞ് ഫിനിഷിംഗ് ലൈനിലുള്ള പെഡസ്റ്റലിനകത്ത് ഇത് വെക്കുക. അപ്പോൾ ഏറ്റവും കുറഞ്ഞ ഉള്ളിൽ ഈ പൂക്കൂടെ ആരാണോ ആ ഫിനിഷിംഗ് പോയിന്റിൽ കൊണ്ടെത്തിക്കുന്നത് അവരായിരിക്കും ഈ ടാസ്കിൽ വിജയാവുന്നത്. അപ്പോൾ ഇവർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ 4 പേരാണ് ഒരു ടീമിലുള്ളത്. അപ്പം ആദ്യം ഒരു ടീമാണ് മത്സരിക്കാൻ വരുന്നത്. അതിനകത്ത് 2 പേര് വള്ളം തുഴയണം. 2 പേരെന്താണെന്ന് വെച്ചാൽ PVC പൈപ്പ് ഈ വള്ളത്തിൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇതിങ്ങനെ ഉരുളുന്നത്. അപ്പോൾ ഒരാൾ പുറകിലിരുന്ന് ഫ്രണ്ടിലോട്ട് ഒരു പൈപ്പ് എടുത്തു കൊടുക്കണം, എന്നിട്ട് വീണ്ടും എടുത്തു കൊടുക്കണം. അങ്ങനെ 2 പേര് അത് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മുടെ എൽദോയുടെ ടീമാണ് വന്നത്. എൽദോയുടെ ടീം വന്നിട്ട് അവർ കറക്റ്റ് രീതിയിൽ, അതായത് പങ്കായം കറക്റ്റ് രീതിയിൽ പിടിച്ചു തന്നെയാണ് തുഴഞ്ഞത്. രണ്ടാമത് ലൊലീറ്റയുടെ ടീം വന്നു. അവർ പങ്കായം തിരിച്ചു വെച്ചാണ് താഷിയൊക്കെ തുഴഞ്ഞത്. അവരിപ്പോൾ അതുകൊണ്ട് അവിടെ സ്ട്രാറ്റജിയാണ്. കാരണം യഥാർത്ഥത്തിൽ വള്ളം നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് ചളിയൊക്കെ വരുന്ന സമയത്ത് ഇത് തിരിച്ചിങ്ങനെ കുത്തി പിടിക്കാറുണ്ട് ഈ വള്ളം തുഴയുന്ന ആൾ. അപ്പോൾ അത് ആ ഒരു ഇത് വെച്ചിട്ട് ആ ഒരു സ്ട്രാറ്റജിയാണ് ഇവരവിടെ എടുത്തതെന്നാണ് പറഞ്ഞത്. പിന്നെ ഷിജുലാലിൻ്റെ ടീമിൽ വന്നു. അവർ നല്ല രീതിയിൽ തന്നെ ഗെയിം കളിച്ചു കേട്ടോ. ഇവിടെ ജയിച്ചത് ഷിജുലാലിൻ്റെ ടീമാണ്. സെക്കൻഡ് കിട്ടിയത് ലൊലീറ്റയുടെ ടീമിനും. തേർഡ് കിട്ടിയതാണ് നമ്മുടെ എൽദോയുടെ ടീമിന്. 2.38 സെക്കൻഡാണ് അവരെടുത്തത്. ബാക്കി 2 ഒരു 20 സെക്കൻഡിൻ്റെ വ്യത്യാസത്തിലാട്ടോ ജയിച്ചത്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും നന്നായിട്ട് ബെസ്റ്റ് പെർഫോം ചെയ്തത് ഷാമോനാണെന്ന് പറഞ്ഞ ആൾക്കാണ് ഇൻഫിനിറ്റി പെൻഡന്റ് കൊടുക്കുന്നത്. കണ്ടസ്റ്റൻസ് തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത് ഷാമോനെ. കാരണം ഷാമോൻ നന്നായിട്ടത് തുഴഞ്ഞു എന്നാണ് പറഞ്ഞത്. പിന്നെ ഇതിനകത്തുനിന്ന് ഔട്ട് ഹൗസിലോട്ട് വിടണം കുറച്ച് പേരെ. അപ്പോൾ അതിനായിട്ട് ലൊലീറ്റ, പൂജ, എൽദോ, ഷിബിന ഇത്രയും പേരെയാണ് ഔട്ട് ഹൗസിൽ വിടുന്നത്. പക്ഷേ എലിമിനേഷൻ ഉണ്ടായിരുന്നില്ല. ഓണമാണ്, സന്തോഷമുള്ളൊരു ദിവസമാണ്, അതുകൊണ്ട് തന്നെ എലിമിനേഷൻ ഇല്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ അത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇൻഫിനിറ്റി പെൻഡൻറ്റ് കിട്ടിയ ഒരാൾക്ക് നമ്മൾക്ക് 2-3 ദിവസമായിട്ട് മൈ ടൈം എന്ന് പറഞ്ഞ് കൊടുക്കാറുണ്ട് അല്ലേ. അത് നമ്മുടെ ഷാമോന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷാമോന് നന്നായിട്ട് ആ ഒരു അവസരം യൂസ് ചെയ്തു കേട്ടോ. കാരണം എല്ലാ കണ്ടസ്റ്റൻസിനെ കുറിച്ചും പറഞ്ഞു. അതിൻ്റെ കൂടെ തന്നെ നമ്മളെ എൽദോ കഴിഞ്ഞ ദിവസം ബിലോ ആവറേജ് എന്ന് എൽദോ പറഞ്ഞിരുന്നു. അതിനിട്ടൊരു അടിയും കൂടെ ഷാമോൻ കൊടുത്തിട്ടുണ്ട്. ഷാമോൻ പറയുന്നുണ്ട്, കാരണം ഞാൻ ഈ ആംബുലൻസ് ഓടിച്ച് തന്നെയാണ് എൻ്റെ ഭാര്യയ്ക്ക്, ഇപ്പോൾ ഞാൻ ബിഗ് ബോസിനകത്ത് കയറുവാണെങ്കിൽ 100 ദിവസം നിൽക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ ഈ അഗ്നി പരീക്ഷണം കൂടെ കൂട്ടി 120 ദിവസത്തേക്കുള്ള ഒരു 4 ലക്ഷം രൂപ എൻ്റെ ഭാര്യയുടെ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ഈ ആംബുലൻസ് ഓടിച്ചുണ്ടാക്കിയത് തന്നെയാണ്. എൻ്റെ കയ്യിൽ കുറച്ച് വണ്ടികളുണ്ട്, അതൊക്കെ ഞാൻ CC എടുക്കാതെ എൻ്റെ റെഡി ക്യാഷ് കൊടുത്ത് മേടിച്ചതാണ്. അപ്പോൾ ആരെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യരുതെന്നൊക്കെ പറഞ്ഞിട്ട് എൽദോയ്ക്കിട്ടൊരു കൊട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഷാമോൻ്റെ കയ്യിൽ നിന്ന് പോയത് എപ്പോഴാണെന്ന് വെച്ചാൽ ഷാമിനെ പറഞ്ഞൊരു രീതിക്കാണ്. കാരണം ജഡ്ജസ് വരെ പറഞ്ഞു ഷാമോൻ ഇന്ന് പറഞ്ഞതിനകത്തെല്ലാം സാറ്റിസ്ഫൈഡ് ആണ്. കാരണം മറ്റുള്ളവർ പറഞ്ഞതുപോലെ എല്ലാവരും ഉൾക്കൊള്ളിച്ച് ഷാമോൻ്റെ കാര്യവും പറഞ്ഞിട്ടാണ് ഷാമോൻ പറഞ്ഞത്. അവരെല്ലാം സാറ്റിസ്ഫൈഡ് എന്ന് നമ്മുടെ രഞ്ജിനി പറഞ്ഞു. പക്ഷേ ഇവിടെ കയ്യിൽ നിന്ന് പോയത് എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മുടെ ഷ്യാമിനെ ഒന്ന് പറഞ്ഞു. ഷ്യാമിനോട് പറഞ്ഞതെന്ന് വെച്ചാൽ ഷ്യാം LGBT കമ്മ്യൂണിറ്റീനെ റെപ്രസെൻറ്റ് ചെയ്തു വന്നതാണ്. ബട്ട് അവരെക്കുറിച്ച് ഇതുവരെ അവർക്ക് വേണ്ടിയിട്ടൊന്നും സംസാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ അവിടെയാണ് ഷാമോൻ്റെ കയ്യിൽ നിന്ന് പോയത്. കാരണം ഇപ്പോൾ രഞ്ജിനി ചോദിച്ചു ശ്യാം എന്ത് പറയണം എന്നുള്ളത് ആളുടെ ഇതാണ്. ഇപ്പം ഷാമോന് ഇഷ്ടമുള്ള രീതിയിൽ ഷ്യാമിന് പറയാൻ പറ്റുമോ? ഇല്ല. അത് അങ്ങനെ പറയാൻ ഷാമോന് റൈറ്റ് ഇല്ല എന്നുള്ള രീതിയിൽ നമ്മുടെ രഞ്ജിനി പറഞ്ഞു.
അവിടെ നമ്മുടെ ശ്യാമോൻ്റെ കയ്യിൽ നിന്ന് പോയി. പിന്നെ അത് തന്നെയല്ല, എനിക്ക് തോന്നുന്നില്ല ശ്യാമിനൊരു ഫെമിനിൻ ഇതുണ്ട്. പക്ഷേ എന്ന് പറഞ്ഞാൽ ആൾ ഇതുവരെ LGBT കമ്മ്യൂണിറ്റീനെ റെപ്രസെൻറ്റ് ചെയ്ത് വന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അങ്ങനെ പറഞ്ഞിട്ടില്ല. അത് പിന്നെ എന്തിനാണ് പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. പറഞ്ഞിട്ടുണ്ടോയെന്നും എനിക്കറിയത്തില്ല. എൻ്റെ ഒരു ഇതിൽ പറഞ്ഞിട്ടില്ല എന്നാണ്. ആ ഒരു കമ്മ്യൂണിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്ത് വന്നതെന്ന് അഗ്നി പരീക്ഷയിൽ പറഞ്ഞിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അവിടെ കുറച്ചൊന്ന് പോയി ശ്യാമോൻ്റെ കയ്യിൽ നിന്ന്. അത് കഴിഞ്ഞിട്ട് ഇവർക്കൊരു വടംവലി ടാസ്ക് കൊടുക്കുകയാണ്. അത് ടാസ്ക് അല്ല, നമ്മുടെ ഓണം സംബന്ധിച്ചുള്ള ഒരു കളിയായിട്ട് കൊടുത്തേക്കാണ്. അതും 4 ടീമാണ്. നമ്മുടെ രഞ്ജിനിയുടെ ടീമുണ്ട്, റിയാസിൻ്റെ ടീമുണ്ട്, അഖിലിൻ്റെ ടീമുണ്ട്, റെനീഷയുടെ ടീമുണ്ട്. ആദ്യം അഖിലിൻ്റെ ടീമും റിയാസിൻ്റെ ടീമും കൂടാണ് കളിക്കുന്നത്. അഖിലിൻ്റെ ടീമിൽ ഷിബിന, ഷിജിന്, ശ്യാം. റിയാസിൻ്റെ ടീമിൽ ഷാമോന്, സോന, ഷിജുലാൽ. അപ്പോൾ ഇതിനകത്ത് ആദ്യം നമ്മുടെ അഖിലിൻ്റെ ടീമാണ് വിൻ ചെയ്യുന്നത്. അതിനുശേഷം റിയാസിൻ്റെയും റെനീഷയുടെയും രഞ്ജിനിയുടെയും ടീം വരുമായിരുന്നു. ഇവിടെ രഞ്ജിനിയുടെ ടീമിൽ രാകേഷ്, താഷി, പിന്നെ അഫിയാനാസ് ആണ്. റെനീഷയുടെ ടീമിൽ എൽദോ, ലൊലീട്ട, പൂജ. ഇവിടെ ജയിക്കുന്നത് നമ്മുടെ രഞ്ജിനിയുടെ ടീമാണ്. അങ്ങനെ ജയിച്ച ടീമിന് ഒരു വാഴപ്പഴമോ ഇതൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കുണ്ടല്ലോ, ഇവർ വള്ളംകളി ജയിച്ച് കഴിഞ്ഞിട്ട് ഇവർക്ക് എല്ലാവർക്കും പായസമൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ കഴിഞ്ഞ 2 എപ്പിസോഡുകളെ വെച്ച് നോക്കുമ്പോൾ അത്ര ഇതില്ലായിരുന്നു. പക്ഷേ ഓണമാണ്, അപ്പോൾ സെലിബ്രേഷനാണ്. ആ ഒരു ഇതിലാണ് നമുക്ക് അത് ആ ഒരു രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ നാളത്തെ എപ്പിസോഡ് പ്രമോ കണ്ടു. അടിപൊളി പ്രമോയാണ്. അടിപൊളി പ്രമോ എന്ന് പറയാൻ കാരണം ഈ ജഡ്ജസൊക്കെ ദേഷ്യപ്പെട്ട് അവരുടെ സീറ്റിൽ നിന്ന് എണ്ണീറ്റ് പോവാണ് കേട്ടോ. അവർക്ക് ഇനിയും പറ്റില്ല എന്നുള്ള രീതിയിൽ. രഞ്ജിനിയാണ് ആദ്യം ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോകുന്നത്. പുറകിൽ തന്നെ അഖിലും റിയാസും പോവുകയാണ്. അത് ഷിജുലാലും ഷാമോനും തമ്മിൽ ഇവർക്ക് ടാസ്ക് എന്തോ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കറക്റ്റ് അറിയത്തില്ല, എപ്പിസോഡ് കണ്ടാലേ അറിയത്തുള്ളൂ. പ്രമോയിൽ കാണിക്കുന്ന ഇവർ രണ്ടുപേരും നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇവർക്കൊരു ടാസ്ക് ഉണ്ട്, എന്തോ കളർ ഇങ്ങനെ പറയുന്നതാണ്. അപ്പോൾ അതിനകത്ത് നിങ്ങൾ എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല, നിങ്ങൾ ഞങ്ങളെ പറ്റിക്കാൻ നോക്കുവാണോ, അങ്ങനെ ഇങ്ങനെ ഒരുപാട് ദേഷ്യപ്പെട്ടിട്ട് ഈ ജഡ്ജസ് 3 എണ്ണീറ്റ് പോവാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിത് ഇന്നത്തെ എപ്പിസോഡിൽ കാത്തിരുന്ന് കാണാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ എന്താ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്